ഫ്രണ്ട്സ്, ഇന്ന് മാങ്ങാ പുളിശ്ശേരി പ്രാവശ്യത്തെ ആദ്യത്തെ പ്രാവശ്യം ഞാൻ ചൂട് ടൈമിൽ ആദ്യത്തെ മാമ്പഴ പുളിശ്ശേരി വയ്ക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ചെറിയ മാങ്ങ കിട്ടിയിട്ടുണ്ട്. നല്ല പുളിയും മധുരമുള്ള മാങ്ങയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ചട്ടി വെച്ചു. അതെല്ലാം കുറേശ്ശെ തൊലി ചെത്തി അതിൽ അരിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പും വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കണം. ശകലം കറിവേപ്പിലയും കൂടെ ഇടണം. 2 പച്ചമുളകൊക്കെ വേണമെങ്കിൽ ഇടാം. നമ്മൾ ഇടുന്നില്ല. അപ്പോൾ അത് വേവിക്കാൻ വയ്ക്കാം അങ്ങനെ. പിന്നെ ശകലം തേങ്ങയും ജീരകവും പച്ചമുളകും ഉള്ളിയും എല്ലാം ചേർത്ത് നല്ലതായിട്ട് അരച്ചെടുത്തതാണ്. നൈസായിട്ട് അരച്ചെടുത്തത്. ഇത് ഒരുപാട് നേരമല്ല, കുറച്ച് നേരം നല്ലതായിട്ട് ഇളക്കി ഒന്ന് കുറുകനെയാകുമ്പോൾ, ഒരുപാട് തിളക്കിയൊന്നും വേണ്ട, ഒന്ന് കുറുകനെയാകുമ്പോൾ നമുക്ക് നല്ലതായിട്ടൊന്ന് ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഇച്ചിരി തൈരും കൂടെ ചേർക്കുന്നുണ്ട്. ശകലം കട്ട തൈര് ഇവിടെ ചേർത്തൊന്ന് ഇളക്കി കടുക് വറുത്തൊഴിക്കണം. അടിപൊളിയായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും അറിയാൻ വയ്യാത്തവർ ചെയ്ത് നോക്കുക. ഒരു പ്ലേറ്റ് ചോറൊക്കെ കഴിക്കുന്ന വഴി അറിയത്തില്ല. എൻ്റെ കൂട്ടുകാർ, എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ. കമൻറ്റ്സ് ഇടുകയും എല്ലാം ട്രൈ ചെയ്ത് നോക്കുകയും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. എൻ്റെ എല്ലാ വീഡിയോകളെല്ലാം എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ നമുക്ക് കട്ടത്തൈരിനകത്തോട്ട് ചേർക്കാം. ശകലം ഒരു ചെറിയ പാത്രത്തിലോട്ട് നല്ലതായിട്ടൊന്ന് അടിച്ചിട്ട് ഒഴിച്ചാലും നല്ലതാണ്. ഞാനിതിങ്ങനെ അങ്ങ് ചേർക്കുകയാണ്. ഇപ്പോൾ തീയില്ല, ഇത് തണുത്തതാണ്. ഒരുപാട് ലൈറ്റ് ചൂടേ ഉള്ളൂ. അപ്പോൾ അതിലോട്ട് നമുക്ക് ഈ തൈര് അങ്ങ് മിക്സ് ചെയ്യുന്ന ജോലിയേ ഉള്ളൂ. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കടുവും കൂടെ താളിക്കാം. കണ്ടോ, നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇട്ടുണ്ട്. അതായത് തിളയ്ക്കാതെ ഇളക്കിയതിന് ശേഷമാണ് നമുക്ക് എണ്ണ നല്ലതായിട്ട് താളിച്ച് നമുക്ക് അതിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി തയ്യാർ. കളർഫുൾ മാമ്പഴ പുളിശ്ശേരി. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടോ, അടിപൊളിയല്ലേ? ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.